മഹബത്തിനെ നമ്മൾ സത്യസന്ധമാക്കണം, യഥാവിധമാക്കണം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ്. വിശ്വസിച്ചവർ അവരാണ് അള്ളാഹുവിനോട് അതിശക്തമായ ഹുബ്ബുള്ളവർ എന്നാണ്. ഈ പ്രയോഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ ഒരു വസ്ഫുണ്ട്, ഇതിലൊരു ഹുക്കുമുണ്ട്. വസ്ഫ് വിശേഷണമാണ്, ഹുക്മ് വിധിയാണ്. വല്ലദീന ആമനു വിശ്വസിച്ചവർ, ഈമാനുള്ളവർ, അതാണ് വസ്ഫ് വിശേഷണം. അവരെക്കുറിച്ചാണ് ഹുക്മ് പറയുന്നത് അശദ്ദു ഹുക്മൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഹുബ്ബിനാൽ അതിശക്തർ എന്ന്. രൂഢമൂലമായ അതിശക്തമായ ഹുബ്ബുള്ളവർ എന്നുള്ള വിധി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവിടെ ഒരു ഹുക്കുമിനെ വസ്ഫുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, ഒരു ഹുക്കും വസ്ഫിനോട് അനുബന്ധമായി ഉപാധി വെച്ചുകൊണ്ട് പറഞ്ഞാൽ വസ്ഫ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹുക്കുമും വർദ്ധിക്കും, വസ്ഫ് കുറയുന്നതിനനുസരിച്ച് ഹുക്കുമും കുറയും എന്ന് പറഞ്ഞാൽ ഇവിടെ വസ്ഫ് ഈമാനാണ്, ഹുക്കുമ് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്. ഈമാൻ കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിനോട് ഹുബ്ബ് കൂടും, ഈമാൻ കുറയുന്നതിനനുസരിച്ച് അള്ളാഹു കാക്കട്ടെ അള്ളാഹുവിനോടുള്ള ഹുബ്ബും കുറയും. അപ്പോൾ അള്ളാഹുവിനോട് അതിശക്തമായ ഹുബ്ബുള്ളവർ, ഈമാനുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഹുബ്ബ് അള്ളാഹുവിനോട് അത് അതിശക്തമാകാൻ, കൃത്യവും കണിശവുമാകാൻ നമ്മളിൽ ഈമാൻ ഉണ്ടാകണം. ഈമാൻ നമ്മുടേത് വർദ്ധിക്കുകയും പോഷിക്കുകയും വേണം. ഈമാൻ പോഷിക്കണമെങ്കിൽ, വർദ്ധിക്കണമെങ്കിൽ അള്ളാഹുവിന് നമ്മൾ വഴിപ്പെടണം. എന്താ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നല്ലേ സൂറത്ത് ആലി ഇംറാന്റെ 31-ാം വചനം. ഖുൽ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ, അള്ളാഹുവെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്തിബാഅ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പിന്തുടരണം. സുന്നത്തിനെ പിൻപറ്റുമ്പോൾ, ഇസ്ലാമിനെ പ്രയോഗവൽക്കരിക്കുമ്പോൾ, കൽപ്പനകളെ അനുസരിക്കുമ്പോൾ, വിരോധങ്ങളെ വിട്ടകലുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഹുബ്ബും വർദ്ധിക്കും. ഇമാം അൽ ഹസനുൽ ബസരി പറഞ്ഞു, ഇഅ്ലം അന്നക ലൻ തുഹിബ്ബല്ലാഹ ഹത്താ തുഹിബ്ബ തഅതഹു, നീ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന് വഴിപ്പെടുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നത് വരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ, സ്നേഹിക്കാൻ നിനക്കാവുകയേ ഇല്ല എന്നാണ്. ഇന്നാ നുഹിബ്ബു റബ്ബനാ ഹുബ്ബൻ ശദീദൻ എന്ന് ചിലർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ അതിശക്തമായി സ്നേഹിക്കുന്നു എന്ന്. ഇമാം ഹസൻ ബസരി തന്നെ പറഞ്ഞാണ്. ചില ആളുകൾ അങ്ങനെ പറഞ്ഞു, അള്ളാഹുവിനെ, ഞങ്ങളുടെ റബ്ബിനെ തീവ്രമായി ശക്തമായി ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന്. അപ്പം അഹബ്ബല്ലാഹു അൻ യജ്അല ലി ഹുബ്ബിഹി അലമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കുന്നു എന്നതിന് ഒരു അടയാളം നിശ്ചയിച്ചു. അള്ളാഹുവെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരെ വേർതിരിച്ചറിയാനുള്ള അടയാളം. എന്താണ് അടയാളം? ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ എന്നാണ്. ഈ ആയത്തിനെ അള്ളാഹു അവിടെ അവതരിപ്പിച്ചു. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്ന്. അള്ളാഹു വഴിപ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് മഹബ്ബത്ത് പുലർത്തുന്നു എന്നതിൻ്റെ പ്രമാണം, തെളിവ്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചുകൊണ്ട്, തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്നേഹപ്രകടനം? എങ്ങനെയാണ് ഇഷ്ടപ്പെടൽ? കവി പറഞ്ഞില്ലേ, തഅസിൽ ഇലാഹ വ അൻത തസ്ഉമു ഹുബ്ബഹു ഹാദാ ലഅംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ എന്ന്. തഅസിൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിനെ നീ ധിക്കരിക്കുന്നു, അവനോട് എതിര് പ്രവർത്തിക്കുന്നു. വ അൻത തസ്ഉമു ഹുബ്ബഹു, അവനോട് സ്നേഹമുണ്ട് എന്ന് നീ ജൽപ്പിക്കുന്നതോടൊപ്പം നീ തെറ്റ് ചെയ്യുന്നു. ഹാദാ ലഅംരി ഫിൽ ഖിയാസി ബദീഉ, അള്ളാഹുവാണ് സത്യം. ഇത് സാധർമ്മത്തിൽ ഒരു പുത്തൻ വാദം തന്നെ, ഇതൊരു പുതിയ കാര്യമാണ്. എന്തുകൊണ്ട്? ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, അള്ളാഹുവിനോടുള്ള നിന്റെ സ്നേഹം അത് സത്യസന്ധമായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നീ അനുസരിക്കുമായിരുന്നു, തീർച്ച. എന്തുകൊണ്ട്? കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നുവോ അവനെ അനുസരിക്കും, അനുധാവനം ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ്, മൻസിലത്താണ്. ആ മൻസിലത്ത് പ്രാപിക്കുവാൻ, എത്തിപ്പെടാൻ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെടേണ്ടതുണ്ട്, അവനെ അനുസരിക്കേണ്ടതുണ്ട്. ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചു. തിരിചര്യ, ദീനുൽ ഇസ്ലാം, അതിനെ നമ്മൾ പ്രയോഗവൽക്കരിക്കണം എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്.